നമസ്കാരം. ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൗലോ കൊയ്ലോ ആൽക്കെമിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നം അത് സാധിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഈ ലോകം മുഴുവൻ നമുക്കൊപ്പം ഉണ്ടാവണം. ഇന്ന് അത്തരത്തിൽ സ്വപ്നം കണ്ട വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ് നമുക്കൊപ്പം ഉള്ളത്, മെറിൻ ജോൺ. ഹലോ, സ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പോൾ വലിയൊരു സന്തോഷത്തിലാണ് അല്ലേ ഉള്ളത്? എന്താണ് ആ സന്തോഷം പറയും? ഞാൻ 2023 മിസ്സസ് സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷനിൽ ടൈറ്റിൽ വിന്നറായി. അതാണ് ഇന്ന് ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ മിസ്സസ് ആണ്, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമുള്ള ഒരു സംഭവമാണ്. ഇത് എങ്ങനെയാണ് ഒരു മലയാളിയാണ് നേടിയിരിക്കുന്നത്? അപ്പം മലയാളികൾക്ക് പൊതുവെ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇത് നേടിയെടുത്തത്? എനിക്ക് പണ്ട് തൊട്ടേ ഇതിലേക്ക് ഭയങ്കര മീഡിയ, മോഡലിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് വരാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ when I was unmarried എനിക്ക് അത്രയും നമുക്ക് നോളജ് ഇല്ലായിരുന്നു ഇതിനെപ്പറ്റി. ബിക്കോസ് ഈവൻ ഫ്രം മൈ ഫാമിലി there was no proper background, സോ അതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. And there was lack of support because that's how it is portrayed in the world. Like നമ്മൾ നെഗറ്റീവ് തിങ്സ് ആണ് കൂടുതലും കേൾക്കുന്നത് ദാൻ പോസിറ്റീവ് തിങ്സ്. അപ്പം എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. So I couldn't take a decision at that time. But after marriage, for marriage also, I discussed this with my partner. His name is Nikhil Terran. So I talked about this to my partner. So he was very supportive. In fact, I was so happy. It is very rare to find people like that who support for others' dreams. Appo ende dreams okka parnappo he was like, why you like restricting yourself? Just go give it a try. Adana ende ഏറ്റവും വലിയ മോട്ടിവേഷൻ. സോ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കാലെടുത്ത് വെച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പൊതുവെ നമ്മളെ ഈ മോഡലിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ ഒരു ധാരണ മോഡലിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സൗന്ദര്യം വേണം, അല്ലെങ്കിൽ ഭയങ്കര ഫാഷനബിൾ ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ധാരണകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ധാരണകൾ പൊളിച്ചെടുക്കി ഈ ഒരു ഇതിലേക്ക് വന്നത്, ആ ഒരു ഇത് എങ്ങനെയാണ്? ആ ധാരണ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ആൾക്കാരിലുണ്ട്. പക്ഷെ നമ്മൾ ബ്യൂട്ടി പേജന്റ് എന്ന് പറയുന്നെങ്കിലും ഇറ്റ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റിംഗ് ഓൺലി ടു ബ്യൂട്ടി ഇറ്റ്സെൽഫ്. നമുക്ക് ഒരുപാട് അതർ ഫാക്ടേഴ്സ് ഇതിൽ വേണം. അപ്പം വിച്ച് ഇൻക്ലൂഡ് സെൽഫ് കോൺഫിഡൻസ്, ഇന്റലിജൻസ്, the way you speak to people, how you carry yourself on the stage, a lot of things matters. അപ്പം അതിലെല്ലാം നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എനിബഡി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. നമുക്കൊരു ഈവൻ ഇഫ് ദീസ് ഡേയ്സ് ഇഫ് യു സീ ഈവൻ ഏജ് ഇസ് നോട്ട് എ ബാരിയർ. Even in our competition, there were people who were participating who were actually beyond 40s. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു. And we had a title called Classic winner, Mrs. South India, and that did go to one of the contestants who crossed 40s. So അപ്പം ഏജ് ഒന്നും ഒരു ബാരിയർ അല്ല. അപ്പം ആൾക്കാരിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ആക്ച്വലി ഇപ്പം കുറേയൊക്കെ മാറി വരുന്നുണ്ട്. ആൻഡ് നൗ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗിവിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു മാരിഡ് വുമൻ. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇപ്പോഴും നമ്മൾക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്നത് ഇറ്റ് ഈസ് ലൈക്ക് വെരി ഓപ്പൺ ടു ഓൾ ഓഫ് അസ്. നമ്മളതിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുക, ട്രൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ടു നോ ഫ്രം പീപ്പിൾ, ഗെറ്റ് ടു നോ ഫ്രം മീഡിയ, ഇന്റർനെറ്റ്, എവറിത്തിങ്. അപ്പോൾ വീട് കൊല്ലത്താണ് അല്ലേ? അതെ. ഓക്കെ. അപ്പം വീടിനെ കുറിച്ചും ഹസ്ബൻഡിനെ കുറിച്ചും ഒക്കെ പറയും. സോ നാട് കൊല്ലമാണ്. അപ്പം മൈ പേരൻസ്, മൈ മം ആൻഡ് ഡാഡ്, ദേ ആർ സെറ്റിൽഡ് ഇൻ കേരള. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ബാംഗ്ലൂരിലായിരുന്നു. സോ ഐ വാസ് ബോൺ ഇൻ കേരള. അപ്പം എൻ്റെ സിബ്ലിങ്സും എല്ലാവരും കേരളയിൽ തന്നെയാണ്. അപ്പം ഐ ലോസ്റ്റ് മൈ ഡാഡ് a year ago, so now it's just my mom and siblings there. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഹീസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ബാംഗ്ലൂർ. He settled there itself. So after my studies I continued working there, and fortunately kalyanthinte samayakke aayappo got proposals from Bangalore itself. So
found out a person from there itself and got married and I'm settled in Bangalore. He works as a financial analyst now. So his family and mom and dad, they are also in Bangalore itself. His siblings, everyone, they are all in Bangalore. So yeah. ഈ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നോ? പേജൻറ്റിലേക്ക് ഞാൻ എൻട്രി ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ദാറ്റ് വാസ് ഓൾവേസ് ദെയർ ഇൻ മീ. പക്ഷേ ഞാൻ പറഞ്ഞാൽ a lot of restrictions are self imposed also. നമുക്ക് എപ്പോഴും ഡൗട്ട്ഫുൾ ആയിരിക്കും, വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് വെൻ യു സീ എ ലോട്ട് ഓഫ് കോമ്പറ്റേറ്റീവ് പീപ്പിൾ, ഇറ്റ് ഇസ് ദെൽ ബി എ സെറ്റ് ബാക്ക്, യു നോ, ഐ ഡോണ്ട് തിങ്ക് ഐ കൻ ഡു ഇറ്റ്. അങ്ങനത്തെ കുറേ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു ഇനിഷ്യലി. ആൻഡ് യാ, ദർ വാസ് ഡെഫിനറ്റ്ലി ലാക്ക് ഓഫ് സപ്പോർട്ട് ബിക്കോസ് ഓഫ് ദ നോളജ് അത്ര ഇല്ലായിരുന്നു ഈ ഫീൽഡിനെ പറ്റി. But then, yeah, eventually I started exploring more. ഞാൻ ആഗ്രഹം അങ്ങനെ തന്നെ മനസ്സിലുള്ളത് കൊണ്ട് I started exploring more. And yeah, since now there was like, you know, I got enough support from the family, so I could go and do it peacefully. Okay, ഇത് ഇപ്പൊ ഇതിലേക്ക് സെലക്ട് ആയി എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു, എത്രമാത്രം ഉണ്ടായിരുന്നു? Actually, ഞാൻ Mrs. South India is my second pageant. Actually, last year ഞാൻ Mrs. Kerala participate ചെയ്തിരുന്നു. That was my first pageant. That also I did along with Pegasus. So അതായിരുന്നു ഫസ്റ്റ് മൂവ്. ആൻഡ് there ഞാൻ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിരുന്നു. Mrs. Kerala 2022 ഫസ്റ്റ് റണ്ണർ, ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിരുന്നു. So I already had a pathway to Mrs. South India. So I didn't have to do like anything extra. ഞാൻ ഓൾറെഡി എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. Only thing I had to self prepare more, like self preparation കുറച്ച് നടത്തണമായിരുന്നു. Rest all the things like came in line, I would say. സോ ഇതിലേക്ക് വന്ന് ഇപ്പോൾ 2023 കോമ്പറ്റീഷൻ. ലൈക്ക് ഇൻ Jan we had the competition. Unfortunately, I didn't get much time to prepare for it. But then, so I was always skeptical actually. And since it was South India, as you know, a lot of people from South India were there, like Andhra, Telangana, Hyderabad, Tamil Nadu, Kerala. കേരളയിൽ തന്നെ ഒരു 4-5 contestants ഉണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. സോ കോമ്പറ്റീഷൻ വാസ് വെരി ലൈക്ക് ടഫ്, ഐ വുഡ് സേ. സോ ഔട്ട് ഓഫ് ദാറ്റ്, ലൈക്ക് വിൻ ആവാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ് ദാറ്റ് ഐ വുഡ് സേ, ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി. ഈ പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെ ആയിരുന്നു? Ideally you need to prepare a lot, but then എനിക്ക് അത്ര ടൈം എനിക്ക് പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് ഒരുപാട് ഉള്ളതുകൊണ്ട്, ആൻഡ് പ്രൊഫഷണലി ഓൾസോ ഐ വാസ് ലിറ്റിൽ ബിസി. സോ അത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ദെൻ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ് കൂടുതലും നടത്തിയത്, വിച്ച് ആക്ച്വലി ഹെൽപ്പ് മീ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ മൈ ഇൻട്രൊഡക്ഷൻ, ജഡ്ജസ് ഇന്ററാക്ഷൻ എങ്ങനെ വേണം, വാക്ക് എങ്ങനെ ചെയ്യണം, ഓൾ ഓഫ് തിങ്. അതിലൊക്കെ കുറേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ടുവേർഡ്സ് ആൻഡ് ഗ്രൂമിങ് സെഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം ഗ്രൂമിങ് സെലക്ഷൻ കഴിഞ്ഞ ഗ്രൂമിങ് സെഷൻസിൽ നമ്മൾ ഒരു കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് യു വിൽ ഗെയിൻ, യു വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്, ഒരു ഐഡിയ കിട്ടും. അപ്പം അതിലൂടെ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടി. Then I thought, okay, fine, let's try it. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എങ്ങനെയൊക്കെ ആയിരുന്നു? Husband support, he was actually here to witness the competition, but unfortunately പുള്ളിക്ക് ഓഫീസ് സ്റ്റാർട്ട് ആയിരുന്നു. He had to go to office, like അപ്പം same day competition നടക്കുന്ന same day he left to Bangalore. So unfortunately he couldn't join. In fact, none of my family members couldn't join on that day. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു സ്റ്റേജിലെ കാര്യങ്ങളെല്ലാം, because all these contestants, they were like very friendly. It was like a family more. Even Pegasus was like just like a family. സോ അതുകൊണ്ട് നമുക്കൊന്നും എന്താ ഒരു ലോൺലെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് ഓൾ ഫൈൻ. സോ ഹീ സപ്പോർട്ടഡ് മീ ഇൻ ടേംസ് ഈവൻ വെൻ ഐ റോട്ട് മൈ ഇൻട്രൊഡക്ഷൻ. ഹി യൂസ് ടു സിറ്റ് ഡൗൺ ആൻഡ് റീഡ് ഇറ്റ് അലോങ് വിത്ത് മീ. He used to tell me like this is how you should say that. So it's like ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഈവൻ when I even ക്ലോത്ത്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഓക്കെ, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. ആൻഡ് ഈവൻ എനിക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവ്, ആസ് ഐ സെഡ്, ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു ഇപ്രാവശ്യം. സോ ഐ വാസ് ആക്ച്വലി സ്കെപ്റ്റിക്കൽ. സോ ഹി വാസ് ലൈക്ക്, why you worrying, just give it a try. Always say it and you will get it. And actually he's the one who told me. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ തന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് 3-4 പേരുണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ഒത്തിരി പേര് മത്സരത്തിനുണ്ടായിരുന്നു. ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഈ ഒരു കോമ്പറ്റീഷൻ. Very tough, I would say very tough, because ഓരോ ആൾക്കാരുടെയും you will see a lot of people with lot of different perspectives first of all. അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോഴാണ് കുറേ പുതിയ കാര്യങ്ങളുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് വി കുഡ് ക്രിയേറ്റ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഓൾസോ വിത്ത് ഓൾ ഓഫ് ദം. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ക്രൗഡ്, വി വിൽ ഓൾസോ ഗെറ്റ് ടു മേക്ക് സം സോർട്ട് ഓഫ് നെറ്റ്വർക്ക്. നമുക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്സും നമുക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദേ ആർ ഓൾ വെരി ഗുഡ് പീപ്പിൾ.
from different professional background as well. So they were like pretty strong women, I would say, like very empowered in fact. Like അങ്ങനത്തുള്ള ആൾക്കാരെ എന്താ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര rare ആണ്. So if I was not not a part of it, maybe I wouldn't have met them. So അതും ഒരു important factor ആണ്. I was like very happy to meet such people also. ഒത്തിരി റൗണ്ട്സ് ഉണ്ടാവും, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു ഒന്നാമത് എത്താനുണ്ടായ ഒരു ചോദ്യം ഉണ്ടാവില്ല, ആ ഒരു ചോദ്യം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അതിന് കൊടുത്ത ഉത്തരം എന്തായിരുന്നു? So there are 2 rounds actually. ഞങ്ങൾക്ക് 2 rounds ആയിരുന്നു ഉണ്ടായിരുന്നത്, and you will be asked 2 questions in fact, not just 1 question. ഫൈനൽ റൗണ്ടിൽ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ഹൈലൈറ്റഡ് എവ്രിവെയർ. പക്ഷേ നമുക്ക് ഇനീഷ്യൽ റൗണ്ടിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഓൺലി ഡിപെൻഡന്റ് ഓൺ ദ ക്വസ്റ്റ്യൻ. Like obviously your personality, how you carry yourself on the stage, your confidence matters, your introduction matters. അപ്പം നമ്മൾ സ്റ്റേജിൽ കയറി നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോയാൽ നോ, ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക്. സോ യു ഹാവ് ടു ഗിവ് യുവർ ബെസ്റ്റ്. ആൻഡ് അപ്പം നമ്മൾ വാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഒരുപാട്. നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് വേ ഓഫ് എക്സ്പ്രസിങ് ഹൂ യു ആർ. അപ്പം അത് നല്ലതായിട്ട് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ ഇസ് എ മസ്റ്റ് ഇൻ ദാറ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിൽ നമുക്കൊരു 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ഫോളോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ലക്ക് ഓൾസോ ഷുഡ് ബി ദെയർ അറ്റ് ടൈംസ്. അപ്പം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ജഡ്ജസ് ഇൻട്രാക്ഷൻസ് റൗണ്ട് ഉണ്ടാവും. സോ വേറിൻ യു പിക്ക് ഒരു ജഡ്ജിനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നതിന് ആൻസർ പറയാം. ആ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് വാട്ട് മേക്സ് യു യുണീക്ക് among all these contestants who stands here, like അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പം ഞാൻ അതിന് കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് എൻ്റെ പേഷ്യൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. പ്ലസ് വിത്ത് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. അപ്പം ഐ ടോൾഡ് ലൈക്ക് പേഷ്യൻസ് ആണ്, വിച്ച് ഐ ഇൻഫാക്ട് ഗോട്ട് ഫ്രം മൈ മദർ. സോ അതാണ് എന്താ എന്നെ കൂടുതലും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം. If I'm equally arrogant with the other person, obviously I wouldn't be able to save the relationship. അപ്പം ആ ഒരു കാര്യം ഐ എം ഓൾവേസ് പ്രൗഡ് ടു സേ ദാറ്റ് ലൈക്ക് ഐ ക്യാൻ കൺട്രോൾ ലോട്ട് ഓഫ് ഇമോഷൻസ് എന്നാണ്. അപ്പം അതായിരുന്നു എൻ്റെ ആൻസർ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് സെക്കൻഡ് റൗണ്ട്, ഇറ്റ്സ് എ ഗ്രൗണ്ട് റൗണ്ട് വേർ 7 of us got selected to the second round out of the 14 contestants. അപ്പം 7 ആൾക്കാരിൽ നിന്ന് പിന്നെയാണ് നമ്മൾ 3 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് വി ഓൾസോ ഹാഡ് 1 ക്ലാസിക് ടൈറ്റിൽ വിന്നർ. അപ്പം ഈ 7 contestants സെക്കൻഡ് റൗണ്ടിലേക്ക് മൂവ് ചെയ്ത ആൾക്കാരോട് ഒരു കോമൺ ക്വസ്റ്റ്യൻ അവർ ചോദിക്കും. ആൻഡ് ദാറ്റ് വാസ് സംതിങ് റിലേറ്റഡ് ടു ദ ഫാമിലി. സോ ദേ ആസ്ക്ഡ്, ഇപ്പം നമ്മളൊരു ഫാമിലി മാരേജ് റിലേഷൻഷിപ്പിലാണ് ആൻഡ് യു ഹാവ് കിഡ്സ് ആസ് വെൽ. പക്ഷേ റിലേഷൻഷിപ്പ് is not making you go anywhere. Like it is like you have constant fights with your partner. Okay. And will you be there in the relationship just for the sake of children, or will you leave out of the relationship? Adarna question. So I was actually blank for some time, few seconds I would say, because we have only 1 minute to answer that, and we have to write it down. Okay. And you have to read out only what you have written. നമുക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ആ 1 minute 7 ആൾക്കാരെ മനസ്സിലൂടെ 7 different thoughts ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. So few seconds I was like, okay, fine, what? And then I started writing with families, everything. അപ്പം ഫാമിലിയിൽ though I do have a quality which is something called patience. So ഞാൻ എൻ്റെ പാർട്ട്ണറിനോട് സംസാരിച്ചിട്ട് നമ്മൾ ഒരു ഫിഗർ ഔട്ട് ചെയ്യും what exactly the problem is. അപ്പം സംസാരിച്ചിട്ട് ആളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്ക് ഫാമിലി റിലേഷൻഷിപ്പ്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്നാലേ നമ്മുടെ ഡ്രീംസ് നമുക്ക് സ്ട്രോങ്ലി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മാത്രമായിട്ട് സക്സസ് ആയിട്ടോ അല്ലെങ്കിൽ കൂടെ ആരും സന്തോഷിക്കാനില്ലെങ്കിൽ that doesn't create a value. So family is must. So only if you go cooperatively അങ്ങനെ പോയാലേ നമുക്ക് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ ഏറ്റവും ആൻസർ. ഇപ്പം ഈ ഒരു രംഗത്തെ റോൾ മോഡലാണ് ശരിക്കും? ഐഡിയലി ഞാൻ പെജൻസ് കാണാറുണ്ടെന്ന് വെച്ചാൽ ഐ ഡു ലൈക്ക് ഞാൻ യൂണിവേഴ്സ് ഇപ്പം like whatever is happening around ഞാൻ അത് കാണാറുണ്ടായിരുന്നു. So married women, if you ask me, I haven't seen much people. ഞാൻ കൂടുതലും ലൈക്ക് എന്താ പറയുക മിസ് പെജൻസ് ആണല്ലോ കൂടുതലും. മിസ്സസ് പെജൻസ് നമുക്ക് റീസൺലി ആണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സോ ഇഫ് യു ആസ്ക് മീ അങ്ങനെ ഒരു മോട്ടിവേഷൻ എനിക്ക് മിസ്സസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ബട്ട് യെസ്, ഡെഫിനറ്റ്ലി മിസ് ഓർ മിസ്സസ് ലൈക്ക് ദാറ്റ് ഈസ് എ കോമ്പറ്റീഷൻ. ലൈക്ക് ഇഫ് എ വുമൻ
can achieve, like be it a Miss or Mrs, if a woman can achieve that way, നമുക്കും ട്രൈ ചെയ്യണം, എനിക്ക് അത് അച്ചീവ് ചെയ്യണമെന്ന് പലരെയും കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പല ആൾക്കാരെയും കണ്ടിട്ട് തോന്നി. സോ അപ്പം മിസ്സായിരുന്നപ്പോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. സോ ഐ വാണ്ട് ടു അച്ചീവ് അറ്റ്ലീസ്റ്റ് വെൻ ഐ മിസ്സസ്. സോ അങ്ങനെ achieve ചെയ്തപ്പോൾ really I'm happy, and I would want to be an influencer, like, or a, like, you know, motivating factor, or I would want to empower women, and you know, അവരെ മറ്റുള്ള ഇനി ആരെങ്കിലും മുന്നോട്ട് കടന്നു വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഐ ബി അപ്രോച്ചബിൾ ടു സച്ച് പീപ്പിൾ വെർ ഐ കൻ ഹെൽപ്പ് ദം ഔട്ട്. ലൈക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമാണ്. ആൻഡ് ഹൂവർ ഇസ് അപ്രോച്ചബിൾ ക്യാൻ അപ്രോച്ച് മീ, ഐ വുഡ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദം. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവുകയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാനുള്ളത്? ഫസ്റ്റ് നമ്മൾ റിലയബിൾ ആയിട്ടുള്ള ഒരാൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലൈക്ക് ഈവൻസ് ഓർ ഏജൻസീസ് ലൈക്ക് ഹൂ ഡസ് ദീസ് കൈൻഡ് ഓഫ് ഷോസ്. അപ്പം ഇങ്ങനത്തെ കോൺടെസ്റ്റിന് ഒത്തിരി ആൾക്കാർ നടത്തുന്നുണ്ട്, പക്ഷേ we don't know how people are, how much trustable they are. അതൊരു see that is there in everybody's mind, okay? പക്ഷെ നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തുന്നതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി എ ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. ഇഫ് യു ആർ റെഡി ടു ഗോ ഹെഡ്, യു ക്യാൻ കൺവിൻസ് യുവർ പീപ്പിൾ. അപ്പം നമ്മുടെ പേരൻസ് ആണെങ്കിലും ഫാമിലിയോ യോ ഹസ്ബൻഡോ ഓവർ നമ്മളവരെ കൺവിൻസ്, ഇപ്പം ഇഫ് യു ആർ റെഡി യു ക്യാൻ കൺവിൻസ് ദം. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അപ്പം അതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഓൾ സപ്പോർട്ട് ഫ്രം ദ ഫാമിലി. വെൻ യു ആർ മിസ്സസ്, ഒബ്വിയസ്ലി യു നീഡ് ഇറ്റ് ഫ്രം മിസ് ഓൾസോ, ബട്ട് മിസ്സസ് ആകുമ്പോൾ കൂടുതൽ എന്താ പറയുക പെർമിഷൻസും കാര്യങ്ങളും വേണം നമുക്ക്. So finding a right target, I mean, or agency or even people, and then you being self-prepared and you getting support from your family. And self-preparation includes, you know, നമുക്ക് ഒത്തിരി യൂട്യൂബ് ചാനൽ, മീഡിയ ഇറ്റ്സ് ലൈക്ക് ഓപ്പൺ, ലൈക്ക് വിത്ത് എ ലോട്ട് ഓഫ് ലൈക്ക് നോളജ്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മേ ബി യുവർ വർക്ക്, യുനോ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നത്, ലൈക്ക് സെൽഫ് ഗ്രൂമിങ് കുറേ ആവശ്യമാണ്. യു നീഡ് ടു ഹാവ് ദാറ്റ്. അപ്പം പെട്ടെന്ന് വന്നിട്ട് ഒന്നും അറിയാണ്ട് നമുക്കൊരു സാഡ് ആവുന്നതിലും നല്ലത് ജസ്റ്റ് നീഡ് ലൈക്ക് അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെ സ്ലൈറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ആഡ് ഓൺ ബെനിഫിറ്റ്. ബാക്കിയുള്ളത് അവർ ഗ്രൂം ചെയ്യുമ്പോൾ നമുക്ക് ലൈക്ക് അതിൽ കോപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ആക്ഷൻ. അതുപോലെ തന്നെ എന്താണ് ശരിക്കും മറിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്? Being peaceful is the most happiness, I would say. That is a must. Actually, see, people say you're happy, but why you happy? Just not എന്താ പറയുക, നമുക്ക് കുറേ you being just financially like well settled. അത് മാത്രമല്ല happiness. You need to have a peaceful life, a family, do what you like. You make others happy, others smile. അതൊക്കെയാണ് എൻ്റെ സന്തോഷം. ഇപ്പോൾ മിസ്സസ് സൗത്ത് ഇന്ത്യ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇനി അടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത്, എങ്ങനെയൊക്കെയാണ്? സോ ഇതിൻ്റെ അപ്പർ ലെവൽസ് ഉണ്ട്, ലൈക്ക് മിസ്സസ് ഇന്ത്യ, അത് ഓൾ ലൈക്ക് ദേ ആർ ഓൾ അപ്കമിങ്. അപ്പം അതിലേക്ക് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. അപ്പം ഇഫ് ടൈം ആൻഡ് എവറിത്തിങ് ഇസ് ഫേവറിങ് മീ, ഐ വുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദാറ്റ് ആസ് വെൽ. പിന്നെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്, ലൈക്ക് എ ലോട്ട് ഓഫ് തിങ്സ്, ലൈക്ക് ഒബ്വിയസ്ലി മോഡലിംഗ്, ആക്ടിങ് ആൻഡ് യു നോ ഇതൊക്കെയാണ് കൂടുതലും പാഷൻ, ഡാൻസിങ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി വാണ്ട് ടു മാർക്ക് മൈ പ്രസൻസ് എവ്രിവെയർ. അപ്പോൾ അങ്ങനത്തെ ഉള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണെങ്കിൽ ചെയ്യാൻ ഒരുപാട് താല്പര്യമുണ്ട്. ഒരു സൗന്ദര്യ റാണിയെ മുമ്പിൽ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കാത്തു വെച്ച് കൊണ്ടുപോകുന്നത്? സോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ഞാൻ ചോദിക്കുന്ന ആൾക്കാരോടെല്ലാം പറയുന്ന അതാണ്, ഡെഫിനറ്റ്ലി ബിഗ് താങ്ക്സ് ടു ദ DNA ഓഫ് മൈ മം ഇൻ ദാറ്റ്. അപ്പം ആ ഒരു കാരണമാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ആ ഒരു എന്താ പറയുക, that's a blessing. And I am not like somebody who restricts food അല്ലെങ്കിൽ ഡയറ്റിംഗ് ഇതുവരെ ഒന്നും ഞാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. And I'm not a person who easily put on something. I don't do anything of that sir. എനിക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും ഞാൻ കഴിക്കാറുണ്ട്. Atleast till now I used to be doing that. നാളെ എന്താണെന്ന് എനിക്കറിയില്ല, but I used to eat whatever I like. അപ്പം അങ്ങനെ ഫുഡ് റെസ്ട്രിക്ഷൻസോ ഡയറ്റിങ്ങോ ഒന്നുമില്ല. ഐ ഡു വർക്ക്ഔട്ട്, ലൈക്ക് ചില സമയത്ത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിൽ വല്ലപ്പോഴും ടൈം കിട്ടുവാണെങ്കിൽ ചെറിയ ചെറിയ ടിപ്സ് എല്ലാം ട്രൈ ചെയ്യാറുണ്ട്. നല്ലാണ്ട് നോട്ട് ലൈക്ക് റിയോലി എന്താ പറയുക, ഒരു ബ്യൂട്ടിക്ക് വേണ്ടി തന്നെ അങ്ങ് മരിച്ചു കിടന്ന് ജോലി ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പൊ എങ്ങനെയാണ് സിനിമയിൽ നിന്നൊക്കെ വെളി വന്നോ, സിനിമയിലേക്ക് വരാനുള്ള ഒരു താല്പര്യമൊക്കെയുള്ള കൂട്ടത്തിലാണ്?
I didn't get any calls so far. പക്ഷേ we are trying, like, and I am also waiting for good opportunities. If I'm getting good opportunities, definitely I'll move it, because other, like, that was one of my ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാൻ ഭയങ്കര ആഗ്രഹമാണ്. So I would want to try and see, like, എൻ്റെ എബിലിറ്റി അതിൽ എത്രത്തോളം പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. So I would definitely want to try and waiting for such opportunities. ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിലാണ്. അപ്പോൾ മലയാള സിനിമകളൊക്കെ കാണാറുണ്ടോ? ഒരുപാട് കാണാറുണ്ട്. ടൈം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. മലയാളം, നോട്ട് ജസ്റ്റ് മലയാളം, ഞാൻ എല്ലാ ലാംഗ്വേജസിലും മൂവീസ് വാച്ച് ചെയ്യാറുണ്ട്. ഒത്തിരി ഇഷ്ടമാണ് സിനിമകൾ. അപ്പോൾ മലയാള സിനിമയിലേക്ക് തന്നെയാണോ വരണമെന്ന് ആഗ്രഹിക്കുന്നതോ മറ്റു ഭാഷകളിൽ? ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും മലയാളത്തിലേക്ക് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം, ബിക്കോസ് മലയാളം ഇസ് മൈ മദർ ടങ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് അതിൽ നിന്ന് തന്നെ വരണം, അതിൽ തന്നെ തുടങ്ങണം എന്നാണ് എല്ലാവരെയും പോലെയും എനിക്കും ആഗ്രഹം. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, if I'm doing a good job there, probably I would like to explore more. ഓക്കെ, എന്തായാലും ഇപ്പം മിസ്സസ് സൗത്ത് ഇന്ത്യ ആയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ കീഴടക്കാനുണ്ട്. അതെല്ലാം കീഴടക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. Thank you so much. ഓക്കെ.